ഇപ്പം ഇതിൻ്റെ ട്രെൻഡൊക്കെ അവസാനിച്ചെന്നറിയാം. എന്നാലും ചുമ്മാ ഇരുന്നപ്പോൾ തോന്നി ഒരു വാൾ സ്റ്റിക്കർ എന്ന രീതിയിൽ ഒരു ഡ്രോയിങ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വേണ്ടത് നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ ആയിട്ടാണ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് ഞാനിതുപോലൊരു പൂച്ചക്കുട്ടനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിനെ പൂച്ച ഒരു ബട്ടർഫ്ലൈയെ നോക്കുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത്. ബട്ടർഫ്ലൈയെ ഞാൻ അപ്പുറത്തെ സൈഡിലത്തെ ഭിത്തിയിലാണ് വരച്ചിരിക്കുന്നത്. രണ്ടും കൂടെ ഒരു ഭിത്തിയെ വരയ്ക്കായിരുന്നു വേണമെങ്കിൽ, പക്ഷേ ചെറുതായിപ്പോൾ. അപ്പോൾ എനിക്ക് ഇച്ചിരി വലുതായിട്ട് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഔട്ട്ലൈൻ എന്ന രീതിയിലൊന്ന് വരച്ചു കൊടുത്തായിരുന്നു. അതിനെ ഞാൻ ആദ്യമേ ഒന്ന് ഓർത്തും വലിയ ബ്രഷൊക്കെ വെച്ചുകൊണ്ട് തന്നെ കളർ ചെയ്യത്തക്ക രീതിയിൽ തന്നെ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് അകത്തുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം മിസ്സായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ചെറിയ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ ഇതൊക്കെ ഔട്ട്ലൈൻ എന്ന രീതിയിൽ പെയിൻറ്റും വെച്ച് തന്നെ ഞാൻ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് കളർ വെച്ച് ഫില്ല് ചെയ്യുന്നത്. ഇപ്പം കാണുമ്പോൾ 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ, പക്ഷേ 3 മിനിറ്റ് ഒന്നും അല്ലാതെ ഇതിൽ കൂടുതൽ നല്ല രീതിയിലുള്ള സമയം എടുത്ത് തന്നെയാണ്. പിന്നെ നിന്ന് തന്നെ വരയ്ക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ഈ പൂച്ചക്കുട്ടനെ വരയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബട്ടർഫ്ലൈയെ വരയ്ക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാണ് നമ്മൾ ഈ നിന്ന് വരയ്ക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ പൂച്ചക്കുട്ടനെ മാത്രം ഒന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പൂച്ചക്കുട്ടനെയും അതേപോലെ തന്നെ ബട്ടർഫ്ലൈയെയും ഒന്ന് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയതാണ്. ലൈറ്റ് ഇട്ടാണോ നല്ലത് അത് ഓഫ് ചെയ്താണോ നല്ലതെന്ന് നന്നായിട്ട് കാണുന്നതെന്നുള്ള രീതിയിൽ നോക്കിയതാണ്, അല്ലാതെ കറണ്ടൊന്നും പോയതല്ല. അപ്പോൾ എനിവേ വേണ്ട കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ എല്ലാം വരച്ച് കഴിയാറായി ഔട്ട്ലൈന്. ഇനി ഇതിനകം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതുകൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പൂച്ചക്കുട്ടൻ റെഡിയാവും. പിന്നെ ബട്ടർഫ്ലൈ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. ബട്ടർഫ്ലൈയെ പിന്നീടാണ് ചെയ്യുന്നത്. നോ അങ്ങനെ ഇതിനെ ഫുള്ളായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തൊന്ന് എടുക്കണം. അത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, വെറുതെ എന്തിനാണ് നിന്ന് മുഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ ട്രെൻഡ് അവസാനിച്ചപ്പോഴാണ് ഇത് സത്യത്തിൽ ഞാൻ 2025 വരച്ച് ഔട്ട്ലൈൻ ഇട്ട സാധനം 2026 ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അതാണ് എൻ്റെ ഒരു കുഴപ്പം.